أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا عدتي عند كل شدتي يا أنيسي عند كل وحشتي يا غياثي عند كل كربتي يا رجائي حين تنقطع حيلتي نحمدك بأجل المحامد نصلي ونسلم على رسولك وحبيبك مصطفى محمد صلى الله عليه وسلم وعلى آله وأصحابه وأتباعه وأهل بيته وعترته أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين صدق الله مولانا العلي العليم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قال نبينا وحبيبنا محمد صلى الله عليه وسلم إن أولى الناس بي يوم القيامة المتقون صدق رسوله النبي الكريم أذهلت إذا سمع خبر المصيبة انكسر فؤادي من الصعوبة وقعت نازلة في عالم الإسلام وهو موت شيخنا شمس العلماء أذهلت إذا سمع خبر المصيبة انكسر فؤادي من الصعوبة وقعت نازلة في عالم الإسلام وهو موت شيخنا شمس العلماء ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ യോഗത്തിന്റെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോരമ്പള്ളി സാഹിബ് അവറുകളെ ഈ മഹത്തായ പരിപാടിക്ക് ദുആ കൊണ്ട് ധന്യമാക്കിയ ഈ പള്ളിയുടെ ഇമാമും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ഹസൻ ദാരിമി ഉസ്താദ് അവറുകളെ ബഹുമാന്യനായ മണ്ണഞ്ചേരി പടിഞ്ഞാറ് മഹലിന്റെ കരുത്തനായ പ്രസിഡന്റ് കുന്നപ്പള്ളി മജീരിക്ക അവറുകളെ യോഗത്തിന് സ്വാഗതം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ഉസ്താദ് ബഹുമാനപ്പെട്ട നിസാബ് തുടങ്ങിയ സ്റ്റേജിലും സദസ്സിലും ഉപസ്ഥരായിരിക്കുന്ന അൻവരി ഉസ്താദ് ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ
വളരെ നേരത്തെ തന്നെ എത്തി സ്ഥാനം പിടിച്ചിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പിതാക്കളെ, പ്രിയങ്കരനായ ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കൊച്ചനുജന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമത്തെ ഖബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമാന തെറ്റുകുറ്റങ്ങളും പടച്ചതമ്പുരാൻ വിട്ടുമറുത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടജീവിതം തഖ്വയോടെ ജീവിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്നും മണ്ണറകളിൽ കഴിയുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, ബന്ധുമിത്രാദികൾ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗ്ഗപ്രവേശനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പുറകെ നിൽക്കുന്ന എല്ലാവരും നമ്മുടെ കുറെ രണ്ട് ഭാഗത്ത് കസേരകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഒന്നെങ്കിൽ അവര് ഇവിടേക്ക് വന്നിരിക്കുക, അല്ലെങ്കിൽ ആ ഇരിക്കുന്ന ആളുകൾ ഒന്നുകൂടി മുമ്പിലേക്ക് കയറിയിരുന്നാൽ സാബിഖൂന സാബിഖൂൻ എന്നാണല്ലോ വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയത്. നല്ല നല്ല കാര്യങ്ങൾക്ക് ഒന്നാമത്തെ സഫിനുള്ള പ്രത്യേകത രണ്ടാമത്തെ സഫിലില്ല. അതുകൊണ്ട് ഫ്രണ്ടിലേക്ക് കയറിയിരുന്നാൽ പിന്നെ വരുന്നവർക്ക് അവർ നല്ലതായിരിക്കും. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ കേട്ടതുപോലെ മഹത്തായ ഒരു പ്രസ്ഥാനത്തിന്റെ പേരിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. ഇന്ന് കേരളത്തിൽ ധാരാളം സംഘടനകളും പ്രസ്ഥാനങ്ങളും ഇസ്ലാമിന്റെ ലേബലിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും നിഷ്പക്ഷനായ ഒരാൾക്ക് ഏതാണ് സത്യം ഏതാണ് അസത്യമെന്ന് മനസ്സിലാക്കാൻ കഴിയൂല. ചുരുങ്ങിയത് 17 തവണ അള്ളാഹുവിനോട് ആവർത്തിച്ച് ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അള്ളാഹുവേ, മുസ്തഖീമായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് 5 നേരത്തെ നിസ്കാരങ്ങളിലായി ഫാത്തിഹ സൂറത്തിലൂടെ നാം അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതാണ് ഈ മുസ്തഖീമായ മാർഗം? വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹുവേ, നീ അനുഗ്രഹം ചെയ്തവരുടെ മാർഗമാണ് നേരായ മാർഗം. ഏതാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത മാർഗം? വിശുദ്ധ ഖുർആനിന്റെ പാരമ്പര്യം അനുസരിച്ച് വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം ഒന്നെങ്കിൽ തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയും, അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ എവിടെയെങ്കിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തും. അതുമല്ലെങ്കിൽ പരിശുദ്ധരായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ രേഖപ്പെട്ട് കാണും. അങ്ങനെയാണ് ഇസ്ലാമിക പാരമ്പര്യം എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഇസ്ലാമിക പാരമ്പര്യമുള്ള കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയ്ക്കാണ് എന്ന് ഒരു ഉദാഹരണം മാത്രം എന്റെ സദസ്സിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ് അള്ളാഹുവിന്റെ അനുഗ്രഹമുള്ളവരാണ് മുസ്തഖീമായ മാർഗത്തിലുള്ളതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവെങ്കിൽ അവർ പാരമ്പര്യമായി മുൻഗാമികളെ പിൻപറ്റുന്നവരായിരിക്കും. വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ് അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനോടൊപ്പം ആരെയും വിളിക്കാൻ പാടില്ല എന്നർത്ഥം വരുന്ന ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിലുണ്ട്. 1920 ശേഷം കേരളത്തിൽ രൂപീകൃതമായ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞതെന്താ? ഈ ആയത്തിനെ എടുത്ത് വിശദീകരിച്ചുകൊണ്ട് അവർ പറയുകയാണ്, അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. കണ്ടില്ലേ അള്ളാഹുവിന്റെ ഖുർആനിലുള്ള പ്രഖ്യാപനം? നിശ്ചയമായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ആ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനെല്ലാവരും ആരെയും വിളിക്കാൻ പാടില്ല. പക്ഷേ ഇവിടുത്തെ സുന്നികൾ പള്ളിയിൽ വെച്ചുകൊണ്ട് കുത്തുബിയത്ത് നടത്തുന്നുണ്ട്, ബദരീങ്ങളെ വിളിക്കുന്നുണ്ട്, ശൈഖിനെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിനെതിരാണ് ഇവിടുത്തെ സുന്നികളെന്ന് 1920-കളിൽ കേരള നേതൃത്വത്തിൽ മുജാഹിദിൻ വന്ന് കേരള ജനതയോട് പറഞ്ഞു. സുന്നികൾ കാഫിറുകളാണ്, അവർ നരകത്തിലാണ് എന്ന് ഇവിടുത്തെ മുജാഹിദുകൾ വന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം 1940-കൾക്ക് ശേഷം ഇവിടെ രൂപീകൃതമായ മറ്റൊരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ. അവരെന്താ ഇവിടെ വന്ന് പറഞ്ഞത്? സുന്നികൾ നരകത്തിലാണ് എന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. അവർ പള്ളിയിൽ വെച്ച് അള്ളാഹുവിനോടൊപ്പം ശൈഖിനെയും ബദരീങ്ങളെയൊക്കെ വിളിക്കുന്നവരാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ അവരെ കാഫിറാക്കാൻ വേണ്ടി മുജാഹിദുകൾ ഓതിയ ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അവരും കാഫിറുകളാണ്. 1940 ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അതിന് മുമ്പ് വന്ന മുജാഹിദ്
മുജാഹിദും സുന്നിയും നരകത്തിലായി, ജമാഅത്തെ ഇസ്ലാമി മാത്രമാ സ്വർഗത്തിലായത്. എന്താ അവര് പറഞ്ഞത്? ഇന്ത്യ മഹാരാജ്യമെന്ന് പറഞ്ഞാൽ ഇത് താഗൂത്തി ഗവൺമെന്റാണ്. ഇവിടെ വോട്ട് ചെയ്യൽ ചെറുക്കാണ്, ഇലക്ഷന് നിൽക്കൽ ചെറുക്കാണ്, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗം അത് ചെറുക്കാണ് എന്ന ചെറുക്കിന്റെ നീണ്ട ഒരു വലിയ പട്ടിക ജമാഅത്തെ ഇസ്ലാമി തയ്യാറാക്കിയിട്ട് കേരളക്കാരോട് പറഞ്ഞിതെല്ലാം ചെയ്യുന്നവരാണ് ഇവിടുത്തെ മുജാഹിദുകളും സുന്നികളും, അതുകൊണ്ട് അവരെ നരകത്തിലാണ് എന്ന് 1940-കളിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി വന്ന് പറയുകയാണ്. കുറെ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചേകന്നൂർ മൗലവി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ 3 കൂട്ടരും നരകത്തിലാണ്, ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും സുന്നിയും നരകത്തിലാണ്, ഞാൻ മാത്രമാണ് സ്വർഗത്തിലെന്ന് ചേകന്നൂർ മൗലവി പറഞ്ഞു. അദ്ദേഹത്തെ ഇപ്പൊ കാണാനുമില്ല. പ്രിയപ്പെട്ടവരെ, ചേകന്നൂർ മൗലവി പറഞ്ഞ എന്താ? ഈ അവരോധിയ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്, ആ പള്ളിയിൽ വെച്ച് അല്ലാഹുവിനോടൊപ്പം ആരെയും വിളിക്കാൻ പാടില്ല എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ചേകന്നൂർ മൗലവി പറയുകയാണ് ഈ പറഞ്ഞ ജമാഅത്തും മുജാഹിദും സുന്നിയും നരകത്തില. ഇവരെല്ലാം പള്ളിയിൽ വെച്ച് അല്ലാഹുവിനോടൊപ്പം അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നുണ്ട്. നിസ്കരിക്കുന്നവരാണല്ലോ ഇവിടുത്തെ സുന്നികൾ, നിസ്കരിക്കുന്നവരാണല്ലോ ഇവിടുത്തെ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമികൾ പള്ളിയിൽ പോയി അവർ നിസ്കരിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിനെ മാത്രം വിളിക്കാനുള്ള പള്ളിയിൽ അത്തഹിയ്യാത്തിൽ അവർ പറയാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരു പ്രവാചകനെ വിളിക്കാറുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന്. അല്ലാഹ് അല്ലാത്ത ഒരു നബിയെ പള്ളിയിൽ വെച്ച് ഇവിടുത്തെ സുന്നിയും മുജാഹിദും ജമാഅത്തും വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ മുഴുവനും നരകത്തിലാണ് എന്ന് ചേകന്നൂർ മൗലവി പറയുകയാ. അദ്ദേഹം സഹാബത്തിനെ അംഗീകരിക്കാത്ത ആളാ ചേകന്നൂർ മൗലവി. അദ്ദേഹം പറയുന്നത് അബൂ ഹുറൈറ കമ്പനി കടത്തിക്കൂട്ടിയ ജൂദായിസമാണ് അത്തഹിയ്യാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും നിസ്കരിക്കുമ്പോൾ അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സുന്നികളും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ. അതുകൊണ്ട് ഇവരൊക്കെ നരകത്തിലാണ് എന്ന് ചേകന്നൂർ മൗലവി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 1920 മുജാഹിദ് വന്നപ്പോൾ അതിനു മുമ്പുള്ള സുന്നി നരകത്തിലായി. 1940-ൽ ജമാഅത്ത് വന്നപ്പോൾ മുജാഹിദും സുന്നിയും നരകത്തിലായി. അതിനുശേഷം ചേകന്നൂർ വന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പ് വന്ന എല്ലാ പാർട്ടികളും നരകത്തിലായി. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ പാരമ്പര്യം നഷ്ടപ്പെട്ടു പോയതാ. വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ വിശദീകരിക്കേണ്ടത്? നാം ഇവിടെ പറഞ്ഞ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, അല്ലാഹുവേ മുസ്തഖീമായ മാർഗത്തിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പടച്ചവനോട് 17 തവണ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് നമ്മള്. ഏതാണ് ഈ മുസ്തഖീമായ മാർഗം? പ്രിയപ്പെട്ടവരെ, അതിന്റെ വ്യാഖ്യാനം അല്ലാഹു തന്നെ പറയുകയാ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ അനുഗ്രഹിച്ചവരുടെ മാർഗമായി. ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് പള്ളിയിൽ വെച്ച് അല്ലാഹുവിനോടൊപ്പം മറ്റൊരാളെ വിളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ ഖുർആനിന്റെ മറ്റൊരു അധ്യായത്തിൽ പറയുന്നുണ്ട് ആരെയാ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞത്. ലാ തദൂ മഅല്ലാഹി ഇലാഹൻ ആഖറ, മറ്റൊരു ആരാധനെ വിളിക്കാൻ പാടില്ലെന്ന, മറ്റൊരു ദൈവത്തെ വിളിക്കാൻ പാടില്ലെന്ന. ഇവിടെ ഒരു സുന്നിയും പറയുന്നില്ല മുഹമ്മദ് നബി ദൈവമാണെന്ന്, ഇവിടെ ഒരു സുന്നിയും പറയുന്നില്ല മുഹയ്യിദ്ദീൻ ശൈഖ് ദൈവമാണെന്ന്, ഇവിടെ ഒരാളും പറയുന്നില്ല ബദരീങ്ങൾ ദൈവമാണെന്ന്. അവർ അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുമെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും വിശ്വാസം. ഈ പാരമ്പര്യമാണ് കേരളത്തിൽ മുജാഹിദിനും ജമാഅത്തും നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് ഓരോ കാലഘട്ടങ്ങളും മാറി മാറി വരുമ്പോൾ ഒരു ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ആളുകളെയും നരകത്തിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ മുസ്തഖീമായ മാർഗമെന്ന് അത് അറിയാതെ നട്ടം തിരിയുന്നവർക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ 17 തവണ പടച്ചവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുസ്തഖീമായ മാർഗത്തിലാക്കണേ അല്ലാഹ്. ഏതാണ് ആ മുസ്തഖീമായ മാർഗം? അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. ആരെയാ അല്ലാഹു അനുഗ്രഹിച്ചത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ മറ്റൊരായത്തിലൂടെ പഠിപ്പിക്കുകയാണ്, വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരാണ് അല്ലാഹു അനുഗ്രഹിച്ചവർ? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ
അള്ളാഹുവിന്റെ റസൂലിനെയും യഥാർത്ഥ രൂപത്തിൽ വഴിപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമാണ്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, എണ്ണി എണ്ണി പറയുന്നു, അല്ലാഹുവിന്റെ ഖുർആൻ അനുഗ്രഹിച്ചവരെന്ന് പറഞ്ഞ് പാർട്ടിയാരെന്നറിയോ? മിനൻ നബിയ്യീൻ, 1,25,000 വരുന്ന അല്ലെങ്കിൽ അതിലപ്പുറം വരുന്ന അമ്പിയാക്കൾ അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. അത് നമുക്കറിയാം, അമ്പിയാക്കളെ അറിയാം. ആദമുൻ ഇദ്രീസ് നൂഹ് ഹൂദ് സാലിഹ് വ ഇബ്രാഹിം കുല്ലും മുത്തബ, അങ്ങനെ തുടങ്ങിയിട്ട് ഖുർആൻ പറഞ്ഞ 25ഓളം പ്രവാചകന്മാരെ പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടിയിട്ട് 1,25,000 വരുന്ന അല്ലെങ്കിൽ അതിലപ്പുറം വരുന്ന പ്രവാചകന്മാരെ പറഞ്ഞു വിട്ടോ. അവർ അല്ലാഹു അനുഗ്രഹിച്ചവരാണ്. പിന്നെ ഖുർആൻ പറയുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് നേതൃത്വം നൽകുന്ന ഔലിയാഇന്റെ നീണ്ട പട്ടിക. ഔലിയാക്കൾ അല്ലാഹു അനുഗ്രഹിച്ചവരാ, ഔലിയാക്കൾ അല്ലാഹു അനുഗ്രഹിച്ചവരാ. ഏറ്റവും വലിയ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അത് സഹാബത്താ. അത് കഴിഞ്ഞാൽ പിന്നെ താബിഈങ്ങളാ, താബിഈങ്ങളാ. അതേ മദ്ഹബിന്റെ ഇമാമുമാരാ. അങ്ങനെ വന്നിട്ട് അതിൽ പ്രഗത്ഭനായ പിൽക്കാലത്ത് വന്ന നമ്മൾ ഏത് മാസത്തിലാണോ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹു അവർക്ക് ഔലിയാക്കളാണ്. സിദ്ദീഖീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമാണ് ഔലിയാക്കൾ. വശുഹദാ, അല്ലാഹു അനുഗ്രഹിച്ച മൂന്നാമത്തെ വിഭാഗം ആളുകൾ ആരാ? വശുഹദാ, ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ وبهمزة الكرار عمي مصطفى أسد الإله وسيد الشهداء. ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ റളിയല്ലാഹുവിന് നേതൃത്വം നൽകുന്ന വലിയ ശുഹദാഇന്റെ വലിയ പട്ടിക. അവർ അല്ലാഹു അനുഗ്രഹിച്ച വിഭാഗമാണ്. അത് നമുക്കറിയാം. ആരാണ് അമ്പിയാക്കൾ, ആരാണ് ഔലിയാക്കൾ, ആരാണ് ശുഹദാക്കൾ? പിന്നെ ഖുർആൻ പറഞ്ഞതാണല്ലോ സ്വാലിഹീങ്ങൾ അല്ലാഹു അനുഗ്രഹിച്ചവരാ. ആരാണ് സ്വാലിഹീങ്ങൾ? അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചർച്ചയുള്ളത്. ആരാണ് സ്വാലിഹീങ്ങൾ? ഖുർആൻ പറഞ്ഞ അതേ പ്രവാചകന്മാരെ പ്രാർത്ഥന നടത്തിയ അല്ലാഹുവേ ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ മാർഗത്തിലാക്കണമേ, സ്വാലിഹീങ്ങളോടൊപ്പം ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രവാചകന്മാര് പോലും പ്രാർത്ഥന നടത്തിയതാ. ഏതാണ് ഈ സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ? പ്രിയപ്പെട്ടവരെ, ഒരാളിന്റെ ജീവിതം കണ്ടുകൊണ്ട്, വലിയ താടി കണ്ടുകൊണ്ട്, വലിയ ജുബ്ബ കണ്ടുകൊണ്ട്, തലേക്കെട്ട് കണ്ടുകൊണ്ട് അയാൾ സ്വാലിഹ് എന്ന് പറയാൻ കഴിയുമോ? എങ്ങനെയാണ് ഒരു മനുഷ്യന് സ്വാലിഹ് എന്ന് പറയാൻ കഴിയുന്നത്? ഖുർആൻ പറഞ്ഞ ഇവരുടെയൊക്കെ മാർഗത്തിലാക്കണമേ എന്നാണ് ചുരുങ്ങിയത് 17 തവണ 5 നേരത്തെ നിസ്കാരങ്ങളിലായി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ സ്വാലിഹാണോ എന്ന് മനസ്സിലാക്കാൻ അയാളുടെ ജീവിതം നോക്കിയിട്ടല്ല. പിന്നെ എങ്ങനെയായിരുന്നു മരണം? ഒരു മനുഷ്യന്റെ മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ ആ മനുഷ്യനെ നോക്കിയിട്ട് നമുക്ക് പറയാൻ കഴിയും ആ മരിച്ച മനുഷ്യൻ ഒരു സാലിഹായിരുന്നു. ഇതിനർത്ഥം ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാത്തവർ സാലിഹീങ്ങളല്ല എന്നല്ല ഇതിന്റെ അർത്ഥം. പക്ഷേ നമുക്ക് പറയാൻ കഴിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വാലിഹാണെന്ന് തീർത്തു പറയാൻ കഴിയും. നിങ്ങൾക്കറിയോ ഇബാദ് എന്ന SKSSFിന് ഒരു വിങ്ങുണ്ട്, ഇബാദ് എന്നൊരു വിങ്ങുണ്ട്. എന്താണ് അതിന്റെ പ്രവർത്തനം? ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹം പറയുന്ന ആളുകളോട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കല. കണ്ണൂർ ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് അസ്ലം അസ്ഹരിയ. അവൻ എന്നോട് പറഞ്ഞതാ, അസ്ലം അസ്ഹരി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയോ? ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് അയാൾക്ക് മുസ്ലിം ആകണമെന്ന് പറഞ്ഞു. SKSSFിന്റെ ഒരുപാട് സേവനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന അതിൽ ഒരു വിഭാഗമാണ് ഇബാദ് എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾ ഇസ്ലാം ആകണമെന്ന് പറയുമ്പോൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പഠിപ്പിച്ച് ഇസ്ലാമിനെ കൊണ്ടുവരിക. പ്രിയപ്പെട്ട അതിലൊരു അഡ്വക്കേറ്റ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം, പക്ഷേ എനിക്കൊരു സംശയമുള്ളത്, ഞാൻ മുസ്ലിം ആയാൽ ഇന്ന് ഒരുപാട് സംഘടനകൾ കേരളത്തിലുണ്ടല്ലോ, ഏത് സംഘടനയിലാണ് ഞാൻ
പ്രവർത്തിക്കേണ്ടത്. അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞു, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇസ്ലാമാണ് നല്ല മതം എന്ന് കണ്ടെത്തിയല്ലോ, അതുകൊണ്ട് ഇനി നിങ്ങൾ പഠിക്കൂ. കേരളത്തിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഏത് സംഘടനയാണ് നല്ലത് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതെങ്ങനെ ഞാൻ മനസ്സിലാക്കുക? അതായത് ഓരോ ആളുകളുടെയും ആത്മീയ ആചാര്യന്മാരുടെ മരണം നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. മരണം നോക്കിയിട്ടാണ് ആളുകളെ വിലയിരുത്തുക. അങ്ങനെ അദ്ദേഹം പഠിച്ചു. പ്രിയപ്പെട്ടവരെ, 100 നേതാക്കന്മാർ അദ്ദേഹം പഠിച്ചിട്ട് 60 ആളുകളും നമ്മൾ പ്രവർത്തിക്കുന്ന ഏത് പ്രസ്ഥാനത്തിലാ? സമസ്തയുടെ പണ്ഡിതന്മാർ 60ഓളം ആളുകളെ അയാൾ പരിശോധിച്ചപ്പോൾ അവരുടെ എല്ലാം അന്ത്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാ മരണപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടാ മരണപ്പെട്ടത്. നമുക്കറിയല്ലോ, ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസമായി മാറിയിരുന്ന ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. എന്ന പേരിലല്ല ഇ.കെ. സുന്നികൾ എന്നറിയപ്പെടാറുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയായിരുന്നു മഹാനവറുകളുടെ മരണമുള്ളത്? ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 612 റൂം നമ്പറിൽ കിടക്കുമ്പോ റബീഉൽ ആഖിറിന്റെ 3ാമത്തെ രാവിലെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ രോഗശയ്യയിൽ കിടക്കുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ, സുബ്ഹിന് മുമ്പ് ശംസുൽ ഉലമയോട് ആ ചുറ്റുഭാഗത്തും നിന്ന 100 കണക്കിന് അനുയായികളോട് മഹാനവറുകൾ പറയുകയാണ്, നിങ്ങളൊന്ന് യാസീൻ ഓതുമോ? നിങ്ങളൊന്ന് യാസീൻ സൂറത്ത് ഓതുമോ? 40 കൊല്ലമാ പ്രിയപ്പെട്ടവരെ സമസ്ത എന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിട്ട് ശംസുൽ ഉലമായിരുന്നത്. ഇ.കെ. സുന്നികളെന്ന് ആക്ഷേപിക്കുന്നവരൊന്ന് ചിന്തിക്കണേ. ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന, നമുക്കറിയുമല്ലോ, നമ്മളൊക്കെ സിയാറത്തിന് വേണ്ടിയിട്ട് CM മടവൂരിന്റെ സമീപത്തേക്ക് പോകാറുണ്ട്. CM മടവൂരിന്റെ സമീപത്തേക്ക് നമ്മൾ പോകാറുണ്ട്. ആരായ CM മടവൂര്? ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിന്റെ ശിഷ്യനാണ്. ശംസുൽ ഉലമയുടെ ശിഷ്യനാ CM മടവൂർ എന്ന് പറഞ്ഞാൽ. CM മടവൂരിനെ പറ്റി പഠിക്കുമ്പോഴാണ് ഇ.കെ. ഉസ്താദിന്റെ മഹത്വം മനസ്സിലാകുന്നത്. അനവധി കറാമത്തുകൾ കാണിച്ച, ഇന്നും മരണത്തിന് ശേഷമോ അതേ കോഴിക്കോട് ജില്ലയിലെ മടവൂരിൽ കടന്നുകൊണ്ട് കാണിച്ചു കൊടുത്ത് കറാമത്ത് കാണിക്കുന്ന മഹാമനീഷിയല്ലയോ CM മടവൂർ റളിയല്ലാഹു അൻഹു. ആരാണത്? ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ ശിഷ്യനാ. എന്തുകൊണ്ടാണ് അങ്ങനെ കറാമത്ത് കാണിക്കാൻ കഴിഞ്ഞത്? ശംസുൽ ഉലമയെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും, ശംസുൽ ഉലമ ഒരു സാലിഹായിരുന്നു. അതുകൊണ്ടാണ് ഫാത്തിമ ഹോസ്പിറ്റൽ, കോഴിക്കോട് ജില്ലയിലെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ 612 നമ്പർ അതേ റൂം നമ്പറിൽ കിടക്കുമ്പോൾ സുബഹിന് മുമ്പ് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കൂടി ആളുകളോട് പറയുകയാ, തൊട്ടടുത്ത് അലവിക്കുട്ടി ഹാജിയുണ്ട്, അദ്ദേഹത്തോട് പറയുകയെന്ന് യാസീൻ ഓതുമോ? സൂറത്ത് യാസീൻ. നിങ്ങളിൽ രോഗമുള്ളവരുടെ സമീപത്തും മരണമാസന്നമാരുടെ സമീപത്തും യാസീൻ ഓതണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അലവിക്കുട്ടി ഹാജിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ശംസുൽ ഉലമ പറയുകയാ, ഒന്ന് യാസീൻ സൂറത്തൊന്ന് ഓതി കേൾപ്പിക്കുമോ? എനിക്കൊന്ന് യാസീൻ കേൾക്കണം. അവിടെ ഓതാനം തുടങ്ങി, യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ ഓതി എവിടെ എത്തിയതറിയുമോ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്തെത്തിയപ്പോൾ അലവിക്കുട്ടി ഹാജിയുടെ കൈക്ക് പുറത്താണ് ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിന്റെ കരങ്ങൾ വെച്ചിരുന്നത്. ഒന്നുകൂടി ഓടുമോ എന്ന് ചോദിച്ചുകൊണ്ട് കയ്യിലൊന്ന് അമർത്തുകയാണ്. ആയത്തൊന്നുകൂടി ഓടുമോ? അലവിക്കുട്ടി ഹാജി വീണ്ടും ഓടുകയാണ്, സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം. ഒന്നുകൂടി ഓടുമോ? 3 പ്രാവശ്യമാണ് ആയത്ത് ഓതിയത്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഓടിയോടി വഇലൈഹി തുർജഊൻ. യാസീൻ അവസാനിക്കുകയാണ്. അല്ലാഹുവിലേക്കാണ് സർവ്വ മനുഷ്യരുടെയും അടക്കമുള്ളതെന്നർത്ഥമുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവസാനിച്ചപ്പോ തൊട്ടടുത്ത പള്ളിയിൽ നിന്നും, ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള പള്ളിയിൽ നിന്നും സുബഹിന് വേണ്ടി മുഅദ്ദിൻ സാഹിബ് മൈക്കിൽ മുട്ടുകയാണ്. അവിടുന്ന് വിളിക്കാൻ തുടങ്ങി, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
ബാങ്കിന്റെ മധുരമനോഹരമായ ശബ്ദം ശംസുൽ യാസീൻ കേട്ടുകൊണ്ട് കടന്ന സമയം നിശ്ചലമായി കടന്ന സമയം ബാങ്ക് കേട്ടപ്പോ അതിന് മറുപടി പറയുകയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവേ നീ മഹാനാണ്, അല്ലാഹുവേ നീ വലിയവനാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനും മറുപടി പറയും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. ഈ ഉസ്താദ് മറുപടി പറയുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കിനേക്കാൾ ഉത്തമം നിസ്കാരമാണെന്ന് സുബഹിന്റെ ബാങ്കിൽ വിളിച്ചു പറയുമ്പോ അതിനും ജവാബ് പറയുന്നു സദഖത വബരിർത. മോനെ നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഗുണമുണ്ടാവട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബഹിന്റെ ബാങ്കിന്റെ അവസാന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറയലും ബഹുമാനപ്പെട്ട കണ്ണടയിലും ഒരേപോലെയാണ്. നൂറുകണക്കിന് ശിഷ്യഗണങ്ങൾ നോക്കി നിൽക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബഹിന്റെ ബാങ്കിൽ പറയുന്ന സന്ദർഭം അത് പറഞ്ഞു കഴിഞ്ഞ് സുബഹിന്റെ ബാങ്ക് അവസാനിച്ചു. ശംസുൽ ഉലമ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അവിടെ കാമിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചു കൊണ്ടുപോകുകയാ. റസൂലുള്ളാഹി പറയുന്നു മൻ കാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. നബിയുനാ മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ താല്പര്യം എന്താ? 40 കൊല്ലത്തോളം ഞാൻ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്നു. ഞാനിതാ മരിക്കുകയാണ്. എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളെ അലവിക്കുട്ടി ഹാദിയുണ്ട്, ശിഷ്യഗണങ്ങളുണ്ട്, നൂറുകണക്കിന് അനുയായികൾ ചുറ്റുഭാഗത്ത് നിൽക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ കരിങ്കൽ ഭിത്തികൾ കിടുകിട വിറക്കുമാർ ഉച്ചത്തിൽ ശംസുൽ ഉലമയ്ക്ക് പറയാൻ കഴിഞ്ഞെങ്കിൽ അതിന്റെ താല്പര്യം എന്താ പ്രിയപ്പെട്ടവരെ? ഞാൻ ഏതൊരു പ്രസ്ഥാനത്തിലാണോ നിലകൊണ്ടത് അത് സത്യമാണ്, സത്യമാണ്. ഞാൻ കുത്തുബിയെ തോന്നിയാളാ, അത് ശരിയാണ്, സത്യമാണ്. ഞാൻ റാത്തീബ് നടത്തിയാളാ, അത് ശരിയാണ്, സത്യമാണ്. ഞാൻ പറഞ്ഞില്ലയോ മുജാഹിദ് പിഴച്ചതാണ്, അത് സത്യമാ പ്രിയപ്പെട്ടവരെ. പിഴച്ചതെന്ന് പറഞ്ഞത് സത്യമാ. ജമാഅത്ത് പിഴച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് സത്യമാ. ഇവിടെയുള്ള കള്ളത്തരീക്കത്തുകാരും കള്ള ശൈഖന്മാരും മുഴുവനും പിഴച്ചതാണെന്ന് ഞാൻ പറഞ്ഞില്ലയോ, അത് സത്യമാണ്, സത്യമാണ് എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ. ആ ശംസുൽ ഉലമയെ നമുക്ക് കാണിച്ചിട്ട് പറയാൻ കഴിയും. ശംസുൽ ഉലമ ഒരു സാലിഹായിരുന്നു. ആ ശംസുൽ ഉലമയെ ധിക്കരിച്ചിട്ട് ഇറങ്ങിപ്പോകുന്നത് ആ ശംസുൽ ഉലമയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഒന്നിനും കൊള്ളാത്തവരാക്കി ചിത്രീകരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ തടിച്ചുകൂടിയ ഉമ്മമാരെയും ഒന്ന് ചിന്തിക്കണേ. ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഉസ്താദുമാരുടെയും ഗുരുനാഥനാ ശംസുൽ ഉലമ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉസ്താദിന്റെ ഉസ്താദ് എത്രയോ തലമുറകൾ കഴിഞ്ഞു പോകുമ്പോ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ്. പല ആളുകളും പറയാറുണ്ട്, ഒരുപാട് ആളുകൾ ഓക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരാ. ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാരാണ്? അത് ഈ കെ ഉസ്താദ്, ഈ കെ അബൂബക്കർ മുസ്ലിയാരാ. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടനേകം പണ്ഡിതന്മാരുടെ ഗുരുനാഥന്റെ ഗുരുനാഥൻ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കൂടിപ്പോകും. ഗുരുനാഥന്റെ ഗുരുനാഥന്റെ ഗുരുനാഥനായിരിക്കും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഈ കെ അബൂബക്കർ മുസ്ലിയാർ. എത്രയോ പറയാനുണ്ട് അവിടുത്തെ സംഭവങ്ങൾ. നമ്മൾ കേൾക്കുമ്പോൾ ശംസുൽ ഉലമയെ നമുക്ക് പരിചയമില്ലായിരിക്കും. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് പരിചയമില്ലായിരിക്കും. നിങ്ങൾ അറിയോ, ഒരു സംവാദ വേള
വേളയിൽ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളോട് ഒരു ക്രൈസ്തവനായ പാതിരി ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉലമാ ഉമ്മത്തി കഅംബിയാ ബനീ ഇസ്രായീൽ, എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാര് ബനൂ ഇസ്രായേൽ പ്രവാചകന്മാരെ പോലെയാണെന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചിട്ടില്ലയോ? ആ ബനൂ ഇസ്രായേൽ പണ്ഡിതനായിരുന്നല്ലോ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബി മരിച്ചവരെ ജീവിപ്പിക്കുമായിരുന്നല്ലോ. നിങ്ങളും അതേപോലെയാണെന്നല്ലോ നിങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത്. നിങ്ങളും അപ്പോൾ ബനൂ ഇസ്രായേലിലെ പ്രവാചകന്മാരെ പോലെയാണ് എന്റെ സമൂഹത്തിലെ പണ്ഡിതന്മാരെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു ശവം കൊണ്ടുവന്നാൽ നിങ്ങൾ ജീവിപ്പിക്കുമോ? ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദിനോട് സംവാദ വേളയിൽ ക്രൈസ്തവനായ പുരോഹിതൻ ചോദിക്കുകയാ, ബഹുമാനപ്പെട്ട ശംസുൽ അല്പം തലകുനിച്ചു നിന്ന് കുറെ സമയം കഴിഞ്ഞിട്ട് കൊണ്ടുവാടാ, ശവം കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ സ്തബ്ധനായി പോയി. ഈ മനുഷ്യൻ കരുതിയത് ഞാൻ അതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമെന്ന. ശംസുൽമ പറഞ്ഞു, കൊണ്ടുവാടാ, ശവം കൊണ്ടുവാ, ഞാനിപ്പോൾ ജീവിപ്പിച്ചു തരാം. കുറെ സമയം വെയിറ്റ് ചെയ്തു. അദ്ദേഹം ശവം കൊണ്ടുവന്നില്ല. സംവാദമെല്ലാം കഴിഞ്ഞിട്ട് ശിഷ്യഗണങ്ങൾ ചോദിച്ചു, ഉസ്താദേ, ആ മനുഷ്യനെങ്ങാനും ശവം കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ശംസുൽമ പറയുകയാണ്, മക്കളെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. അല്പസമയം ഞാൻ തലകുടിച്ചു നിന്നത് എന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. എന്റെ മുത്തുനബിയാ എന്നോട് പറഞ്ഞ മോനെ, ശവം കൊണ്ടുവരാൻ പറഞ്ഞോ, നിന്നോടൊപ്പം ഞാനുണ്ടെന്ന് ഹബീബ് തങ്ങൾ പറഞ്ഞതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. എന്റെ പ്രിയമുള്ളവരെ, ആശിഖ് റസൂലാണ്. മദീനയിലേക്ക് ബഹുമാനപ്പെട്ട ശംസുൽമ പോയി കഴിഞ്ഞാൽ അന്നുറക്കമില്ല. ആരുടെ മുമ്പിലും തലകുനിക്കാത്ത ബഹുമാനപ്പെട്ട ഈ കേൾക്കാട് മദീനയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം മദീന, എന്നിഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന, മോഹം മദീന, മഹബൂബിൻ മദീന, അനുരാഗം മദീന, കനിവേകും മദീന, ഇഷ്ടം മദീന, എന്നിഷ്കും മദീന, ഖൽബിൽ മദീന, ഒന്ന് കാണാൻ മദീന. മദീനയിലേക്ക് ബഹുമാനപ്പെട്ട ശൈഖ് സ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉറക്കമില്ല. കണ്ണിലൂടെ കണ്ണിലൊളിപ്പിച്ചുകൊണ്ട് ഹബീബി വമലാബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തിലിടം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട് സ്നേഹിച്ച ഒരാളാ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ ശംസുൽ ഉലമായി അബൂബക്കർ മുസ്ലിയാർ. അതിങ്ങനെ കൊട്ടിക്കോഷിച്ച് നടക്കാനുള്ളവരല്ലായിരുന്നു അവരൊക്കെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, മക്കളെ, എന്നോട് ഹബീബ് പറഞ്ഞതാ, കൊണ്ടുവരാൻ ധൈര്യമായി പറഞ്ഞു. കൊണ്ടുവന്നാൽ ഒരു ഈച്ചയെങ്കിലും അയാൾക്ക് തല്ലിക്കൊന്നിട്ട് കൊണ്ടുവന്ന് കൊടുക്കാമായിരുന്നു. പക്ഷേ കൊടുത്തിരുന്നെങ്കിൽ അപ്പോൾ ഞാൻ ജീവിപ്പിക്കും. കാരണം എന്നോട് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അതുകൊണ്ടാണ് ആ മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ കഴിഞ്ഞത്. നമുക്ക് ശംസുൽ ഉലമയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാൻ കഴിയും, അദ്ദേഹം ഒരു സാലിഹായിരുന്നു. ആ സാലിഹിനോടൊപ്പം ചേർക്കണമേ എന്നാണ് ഞാനും നിങ്ങളും നിസ്കാരത്തിൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 60ഓളം പണ്ഡിതന്മാരുടെ മരണം ഈ ഹൈന്ദവനാകുന്ന മുസ്ലിമാകുന്ന അഡ്വക്കേറ്റ് പഠിക്കുകയാ. ശംസുൽ ഉലമയെ പഠിച്ചോ? പിന്നെ നിങ്ങൾക്കറിയല്ലോ ബഹുമാനപ്പെട്ട പൊന്മള ഫരീദ് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ. നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ അറിയുന്നത് മരണത്തിന് ശേഷമല്ലയോ? പൊന്മള ഫരീദ് ഉസ്താദ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ മരണപ്പെട്ടത്? ദുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്, പെണ്ണേ, നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമോ? വീടിനകത്ത് ദുഹാ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ സമസ്തയുടെ മുശാവറ മെമ്പറായിരുന്ന പൊന്മള
പൊന്മല ഫരീദ് ഉസ്താദ് മരിക്കുന്ന സമയത്ത് മരണമാസന്നമായപ്പോൾ ദുഹാനിസ്കാരത്തിന് വേണ്ടി എടുത്ത് ദുഹാനിസ്കരിച്ച് അത്തഹിയ്യാത്തിലിരുന്ന് അത് ദുഹാനിസ്കാരത്തിന്റെ മുബാരിയോടൊന്ന് പുറത്തേക്ക് പോയിട്ട് വരണമെന്ന് പറഞ്ഞു. വന്നു നോക്കുമ്പോൾ മുസല്ലയിൽ വുദൂഓടുകൂടി മരണപ്പെട്ട് കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ നല്ല മരണമാണ്. നിങ്ങൾ അറിയോ, ഈ മദ്രസയ്ക്ക് ഇന്ന് 10,000-ഓളം മദ്രസകളെന്ന് നാം പറയാറുണ്ട്. നമ്മുടെ കുട്ടികളെ പറഞ്ഞയക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രമില്ലാതെ അതേ ഒരു കാലഘട്ടത്തിൽ അവരിങ്ങനെ പൈസ ചോദിച്ച് നടന്നു. എന്തിനു വേണ്ടിയിട്ട് ആ മദ്രസ കെട്ടിപ്പടുക്കാൻ സയ്യിദ് ഉസ്താദ് മറക്കാൻ കഴിയോ നമുക്ക്? ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്ക്, എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്കറിയില്ല ആരാ ഹൈദ്രോസ് ഉസ്താദ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവരുടെ മരണം എങ്ങനെയായിരുന്നു? ആ ഹൈദ്രോസ് ഉസ്താദ് പാതിരാത്രിയാകുമ്പോൾ അതേ പൈസ പെരുക്കി മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പാതിരാത്രിയാകുമ്പോൾ അടുത്തുള്ള നിസ്കാര പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാ. ഇതിനകത്തൊന്ന് കിടക്കാൻ കഴിയും? അവിടുത്തെ മുഅദ്ദിൻ സാഹിബിന് അറിയില്ല ഇത് ഹൈദ്രോസ് ഉസ്താദാണെന്ന്. ഇല്ലിവിടെ കിടക്കാൻ കഴിയൂല. അവിടുത്തെ വലിയ തലേക്കെട്ടിന്റെ ആ ഷാളെടുത്ത് ഹൗലിന്റെ കരയിലങ്ങ് വിരിച്ചിട്ട് അവിടെ കിടന്ന് കൊതുവിന്റെ കടിയും കിടന്നുറങ്ങുകയാണ്. തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുകയാ. അങ്ങനെ പവിത്രമായ ജീവിതം. ബഹുമാനപ്പെട്ടവരതാ വീട്ടിനുള്ളിൽ മരണമാസന്നമായ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയോട് ചോദിക്കുകയാ, മോളെ, ഒരു ഭർത്താവ് മരിച്ചാൽ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് നിനക്കറിയുമോ? ഒരു ഭർത്താവ് മരിച്ചാൽ ആ ഭർത്താവിനോട് ഒരു ഭാര്യ ചെയ്യേണ്ട കടമയും മരണമുറകൾ നിനക്കറിയുമോ മോളെ? ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താദ് ഭാര്യയോട് ചോദിക്കുകയാ. ഭാര്യ പറഞ്ഞു, എനിക്കറിയില്ല പ്രിയപ്പെട്ടവനെ, എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ഭാര്യ പറഞ്ഞു, ഇപ്പോൾ വേണ്ട, രാവിലെ ആകട്ടെ, രാവിലെ എനിക്ക് പഠിപ്പിച്ചു തന്നാൽ മതി എന്ന് ഹൈദ്രോസ് ഉസ്താദിന്റെ ഭാര്യ പറഞ്ഞപ്പോൾ, അല്ല, ഇപ്പോൾ തന്നെ നീ പഠിക്കണം. ആ പാതിരാത്രിയിൽ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ എന്തൊക്കെയാണ് ഒരു ഭാര്യ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാത്രിയായപ്പോൾ ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഉസ്താദ് ഭാര്യയെ വിളിച്ചിട്ട് പറയുകയാ, അല്പം ചൂടുവെള്ളം കൊണ്ടുവരുമോ? എനിക്ക് വല്ലാതെ നെഞ്ചുവേദനയുണ്ട്, വല്ലാത്ത നെഞ്ചുവേദനയുണ്ട്. അതുകൊണ്ട് അല്പം വെള്ളം കൊണ്ട് തരുമോ എന്ന് ചോദിച്ച് ഭാര്യ വിളിക്കുകയാ. ഭാര്യ വെള്ളമെടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുമ്പോ ഉച്ചത്തിന് വിക്റ് കേൾക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. വെള്ളവുമായി വരുമ്പോൾ മരണപ്പെട്ട് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെയാ കാണുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, മങ്കാനാസുറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായാൽ അവന് സ്വർഗത്തിലാണെന്ന് പുണ്യപ്രവാചകന് പഠിപ്പിച്ചതല്ലേ. ഹൈദ്രോസ് ഉസ്താദ് എങ്ങനെയാ മരിച്ചത്? ഈ അടുത്ത് നമുക്കറിയല്ലോ, ജമിയത്തുൽ മുഅല്ലിമീന്റെ ഗോൾഡൻ ജൂബിലിയിൽ 50-ാം വാർഷിക മഹാസമ്മേളനത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് നനയിച്ചുകൊണ്ട് ഈ ഇരിക്കുന്ന അൻവരി ഉസ്താദ് ഉൾപ്പെടെ കരഞ്ഞുകൊണ്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്തതാ. ബഹുമാനപ്പെട്ട അൻവരി ഉസ്താദിന്റെ സമീപത്ത് നിന്ന് ഒരാൾ ബോധരഹിതനായി നിലംപരിച്ചു. ഇന്നലെ അവിടെ പ്രസംഗിക്കാൻ പോയപ്പോ പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ടവരെ, മാനു ഉസ്താദിന്റെ മരണം എങ്ങനെയാ മാനു ഉസ്താദിന്റെ മരണം? എത്ര സുന്ദരമായ മരണം. ലക്ഷക്കണക്കിന് ആളുകളെ കൈ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്നു. ഞാൻ പണിയെടുത്ത പ്രസ്ഥാനത്തിന്റെ കണ്ണെത്താ ദൂരത്തോളം പാൽക്കടൽ പോലെ കോഴിക്കോട് കടപ്പുറത്തേക്കാൾ അവിടുത്തെ മന്ദരി എണ്ണി തിട്ടപ്പെടുത്തിയാലും തിട്ടപ്പെടുത്താത്ത പാൽക്കടലായി സമസ്തയുടെ സന്നദ്ധരായ പ്രവർത്തകർ അണിനിരന്നപ്പോ ചെറിയൊരു നെഞ്ചുവേദന വരുന്നു. അവിടുന്ന് ആംബുലൻസ് ഇന്നും CD-യിൽ കാണാമല്ലോ ആ രംഗങ്ങള്. അവിടുന്ന് ബഹുമാനപ്പെട്ടവരെ കൊണ്ടുപോകുകയാണ്. വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ചെറിയ അസ്വസ്ഥതയുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, എനിക്കൊരു തോർത്തുമുണ്ട് കൊണ്ട് തരുമോ? ഒരു തോർത്തുമുണ്ട് തരുമോ? അവിടുന്ന് ഭാര്യ ചോദിച്ചു, നിങ്ങൾ ഇതുവരെയും ഒരു ഷാള് പോലും ഇടാതെ പ്രസംഗത്തിന് പോകുന്ന ആളാ, പിന്നെ എന്തിനാ നിങ്ങൾക്ക് തോർത്തുമുണ്ട്? അതൊക്കെ എനിക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഒരു പുതിയ തോർത്തുമുണ്ട് വാങ്ങിക്കൊണ്ടുപോകുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ആ സമ്മേളനത്തിലിരുന്നു കൊണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കണ്ടുകൊണ്ട് അവിടെ നെഞ്ചുവേദന വന്ന് ആംബുലൻസിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് നെഞ്ചുവേദന അസഹനീയമായപ്പോൾ നിർത്തു വാഹനം. ഈ ആംബുലൻസ് ഒന്ന് കിബിലയ്ക്ക് നേരെ കടത്തുമോ? ഈ ആംബുലൻസ് ഒന്ന് കിബിലയ്ക്ക് നേരെയാക്കുമോ? മാനു ഉസ്താദിന്റെ ചോദ്യമാ. അമ്പലക്കടവ് ഫൈസ് ഉൾപ്പെടെയുള്ള ഉസ്താദുമാൻ സമീപത്തുണ്ട്. അവിടെ നിന്ന് ഉറക്കെ 4 പ്രാവശ്യം
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആംബുലൻസ് ഖിബലയിലേക്ക് തിരിച്ചു കടത്തിയിട്ട് ഖിബലയിലേക്ക് കടന്ന് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മാനു ഉസ്താദ് മരണപ്പെടുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ച രാത്രിയിൽ ആ മയ്യത്തിന്റെ താടി ഒന്ന് കെട്ടാൻ, മരിച്ചു കഴിഞ്ഞാൽ താടി ഒന്ന് കെട്ടണമല്ലോ. അവിടെ മുഴുവനും നോക്കി ഒരു തോർത്തുമുണ്ട് നോക്കി, ഒരു തോർത്തുമുണ്ട് കിട്ടിയാൽ ഈ താടി ഒന്ന് പിടിച്ചു കെട്ടാമല്ലോ എന്ന് പറഞ്ഞ് അമ്പലക്കടവ് പൈസ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയല്ല, നമ്മൾ ഒരു കടയും തുറന്നിട്ടില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന തോർത്തുമുണ്ട്. സുബ്ഹാനല്ലാഹ്, മരിക്കാൻ പോകുന്നവർക്കറിയാം ഞാൻ എവിടേക്കാ പോകുന്നത്. കല്ലാ ഇദാ ബലഗതി തറാഖീ വഖീല മൻ റാഖ വളന്ന അന്നഹു ഫിറാഖ വൽതഫത്തി الساق بالساق إلى ربك يومئذ المساق. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനറിയാം ഞാൻ മരിക്കുകയാണ്. ഞാൻ മരിക്കുകയാണെന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ സാലിഹാണെങ്കിൽ അവരറിയാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ടാണ് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു തോർത്തുമുണ്ട് കൊണ്ടുവരോ. ആ തോർത്തുമുണ്ട് കൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ താടി പിടിച്ചു കെട്ടിയത്. ബഹുമാനപ്പെട്ട മാനു ഉസ്താദ് മരണപ്പെട്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ആ മാനു ഉസ്താദ് കാണിച്ചിട്ട് നമുക്ക് പറയാൻ കഴിയും അദ്ദേഹം ഒരു സാലിഹായിരുന്നു, അദ്ദേഹം ഒരു സാലിഹായിരുന്നു. അത് കഴിഞ്ഞിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് എങ്ങനെയാ മരിച്ചത്, എങ്ങനെയാ മരണപ്പെട്ടത്, ആ മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാ അറിയുമല്ലോ. കാളമ്പാടിയിൽ ഒരു വാഹനാപകടമുണ്ടായപ്പോൾ 12 ആളുകൾ വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ബുഖാരിയുടെ ദർശനത്തിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ടവരോട് വന്ന് പറഞ്ഞുവല്ലോ, കാളമ്പാടിയിൽ ഒരു വാഹനാപകടമുണ്ടായി 12 ആള് മരണപ്പെട്ടു ഉസ്താദെ എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുറെ കഴിഞ്ഞിട്ട് അയാൾ തന്നെ വിരുമ്പിയ മനസ്സോടെ വിരുമ്പുന്ന കണ്ണുമായി, അതേ വിറയ്ക്കുന്ന ചുണ്ടുമായി വന്നിട്ട് പറയുന്നു, ഉസ്താദേ ആ കൂട്ടത്തിൽ 12 ആളുകൾ മരണപ്പെട്ടില്ലേ, നിങ്ങളുടെ 2 പെൺകുട്ടികളും ആ കൂട്ടത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോ ഭാവവ്യത്യാസങ്ങളില്ലാതെ ഇടറാത്ത ഇടനെഞ്ചോടെ പടറാത്ത പാദത്തോടെ അവിടുന്ന് ഇവിടെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭാവവ്യത്യാസമില്ല, മക്കൾ മരിച്ചു. ബുഖാരിയുടെ സമയം കഴിഞ്ഞിട്ടില്ല. ഹദീസ് നോക്കിക്കോ മക്കളെ അവർ ദർസെടുത്ത് കൊടുത്തോ. വിദ്യാർത്ഥികൾ കരയുകയാ, മുതഅല്ലിമീങ്ങൾ കരയുകയാ. ബഹുമാനപ്പെട്ട ഉസ്താദ് സബക്ക് കഴിഞ്ഞ് എഴുന്നേറ്റ് ഇവിടുത്തെ കാലം കുടയും പിടിച്ചുകൊണ്ടങ്ങ് ബസ്സിൽ തന്നെ അങ്ങ് വീട്ടിലേക്ക് പോകുകയാ. ഒരുപാട് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. കാളമ്പാടി ഉസ്താദിന്റെ വീട്ടിൽ അനേകായിരം ആളുകൾ കൂടിയിട്ടുണ്ട്. ഒരു കല്യാണത്തിന് പോയപ്പോ ഒരു വാഹനാപകടത്തിൽപ്പെട്ടുകൊണ്ട് 12 ആള് മരിച്ചപ്പോ ആ കൂട്ടത്തിൽ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന കാളമ്പാടി ഉസ്താദിന്റെ 2 പെൺമക്കളും മരണപ്പെട്ടു എന്ന് കേട്ടുകൊണ്ടാ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ചെല്ലുന്നത്. അവിടെ എല്ലാവരും കരയുകയാ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവിടുത്തെ പഴയ ആടുന്ന കസേരയിൽ, അതായത് ആടുന്ന കസേര എന്ന് വെച്ചാൽ അത്യന്താധുനിക കസേരയല്ല, കുടിഞ്ഞിട്ട് ഇളകിക്കിടക്കുന്ന കസേരയിൽ ഇരിക്കുകയാ, കാലം കൂടെയും കുത്തിപ്പിടിച്ചുകൊണ്ട്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് ശിഹാബ് തങ്ങൾ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. തങ്ങൾ സമാശ്വസിപ്പിക്കുന്നു, തങ്ങളുടെ കണ്ണു നിറഞ്ഞു, ഉസ്താദിന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അത്രയും ആ ഹൃദയത്തിന്റെ കട്ടി നമ്മൾ ഓർത്ത് നോക്കണേ, അള്ളാഹുവിനുള്ള തഖ്വ നോക്കണേ. ഉസ്താദിന്റെ കണ്ണിൽ നിന്ന് എപ്പോഴാ കണ്ണുനീര് വന്നത്? കുറെ കഴിഞ്ഞപ്പോൾ സൈനബ് എന്ന് പറയുന്ന മൂത്ത മകളുടെ ജനാസ കൊണ്ടുവരികയാ. വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് തങ്ങൾ ചോദിക്കുന്നു, ഉസ്താദേ സൈനബിന്റെ ജനാസ എടുക്കുകയല്ലേ? അവിടുന്ന് കാളമ്പാടി ഉസ്താദ് അപ്പോഴാ കണ്ണിൽ നിന്ന് കണ്ണിൽ ഒളിപ്പിച്ചുകൊണ്ട് പറയുന്നത്, എന്റെ പൊന്നു
മക്കള് വീട്ടിൽ നിന്ന് രണ്ടുപേരും ഒന്നിച്ചാ കല്യാണത്തിന് പോയത്. ഫാത്തിമാന്റെ മയ്യത്ത് കൂടി വരാറുണ്ടല്ലോ. പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാ അറിഞ്ഞത്. എന്റെ പൊന്നുമോള് ഫാത്തിമാന്റെ മയ്യത്ത് കൂടി കൊണ്ടുവന്നിട്ട് രണ്ടാളെയും ഒപ്പം എടുക്കാം തങ്ങളെ. നിറഞ്ഞ കണ്ണുകളോടെ കാളമ്പാടി ഉസ്താദ് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ കാളമ്പാടി ഉസ്താദിന്റെ മരണം എങ്ങനെയായിരുന്നോ? മരണ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തട്ടെ, സാന്ദർഭികമായി ഞാനൊന്ന് പറയട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിഷമങ്ങൾ വരാറില്ലേ? നമുക്ക് കടങ്ങൾ വരാറില്ലേ? രോഗങ്ങൾ വരാറില്ലേ? നമ്മുടെ മക്കൾ മരിച്ചു പോകാറില്ലേ? എല്ലാ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്റെ ഉമ്മമാരെ, എന്റെ സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഇടയ്ക്ക് ഞാനൊരു ചരിത്രം പറയട്ടെ. നമുക്കറിയല്ലോ ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുക്കുകയാ. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നവരാ നമ്മള്. അബൂ സലമയോട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുന്നു, മോനെ, നിനക്ക് പ്രയാസം വരുമ്പോൾ പറയണേ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ എന്ന ദിക്ർ പറയണം. അത് കാണാതെ പഠിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ. വിഷമം വരുമ്പോൾ പറഞ്ഞോ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. അല്ലാഹുവേ, എനിക്ക് സംഭവിച്ച മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണേ അല്ലാഹ്. വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ, നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലതെനിക്ക് പകരമായി തരണേ എന്നർത്ഥം ഒരു ദിക്റെന്ന് പറഞ്ഞോ. അബൂ സലമയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബ് അങ്ങ് പഠിപ്പിച്ചു കൊടുത്തു. വീട്ടിലേക്ക് പോയിട്ട് ഉമ്മു സലമയോട് പറയുന്നുണ്ട്, പ്രിയപ്പെട്ട ഭാര്യയെ, എനിക്കിന്നൊരു ദിക്ർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഹബീബായ തങ്ങള്. അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. എനിക്കൊരു ദിക്ർ പഠിപ്പിച്ചു ഹബീബായ തങ്ങളെ. ഈ ദിക്ർ വിഷമം വരുന്ന സമയത്ത് പറയണം. ഉമ്മു സലമയും അങ്ങ് ചൊല്ലാൻ തുടങ്ങി. വിഷമം വരുമ്പോൾ ഈ ദിക്ർ അങ്ങ് ചൊല്ലാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്നേഹനിധിയായ അബൂ സലമ അങ്ങ് മരണപ്പെട്ടു പോകുന്നത്. അബൂ സലമ മരണപ്പെട്ടു പോയി. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബീവി അങ്ങ് ചൊല്ലാൻ തുടങ്ങി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു സലമയ്ക്കറിയാം, എനിക്ക് എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനേക്കാൾ സ്നേഹനിധിയായ ആരോഗ്യദൃഢഗാത്രനായ സൽഗുണ സമ്പന്നനായ ഒരു ഭർത്താവ് എനിക്ക് കിട്ടൂല എന്നും ഉമ്മു സലമയ്ക്കറിയാം. എങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചതല്ലയോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. നഷ്ടപ്പെട്ടതിനേക്കാൾ നല്ലൊരു പകരമായി കിട്ടണമെന്ന ദിക്റിന്റെ അർത്ഥം എന്നെ ഹബീബ് പഠിപ്പിച്ചതല്ലയോ എന്ന് പറഞ്ഞങ്ങ് ചൊല്ലാൻ തുടങ്ങി. ഉമ്മു സലമയുടെ ഇദ്ദയുടെ കാലാവധി കഴിഞ്ഞപ്പോ 4 മാസവും 10 ദിവസവും കഴിഞ്ഞപ്പോ ഉമ്മു സലമയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ടൊരു പുതുമണവാളൻ വരികയാണ്. ആരായിരിക്കണം ആ പുതുമണവാളൻ? അബൂ സലമയേക്കാൾ സൗന്ദര്യമുണ്ടാകണം, അബൂ സലമയേക്കാൾ നല്ല സൗന്ദര്യമുണ്ടാകണം, സൽഗുണ സമ്പന്നനാകണം, ആരോഗ്യമുണ്ടാകണം, എല്ലാം കൊണ്ടും ഒന്നാമനായിരിക്കണം ആ വരുന്ന മണവാളൻ. ആരാണ് കടന്നു വരുന്നത് എന്നറിയുമോ? കാന നബിയൽ മുൻജിൽ ഉമ്മ യൗമ യഖൂമുൻ നാസു ബിജുമ്മ നഫ്സിയ 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 ഹത്താ അഹ്ലി റിസാല യഅനി ആദമ മൂസ വഈസ വറൂഹുല്ലാഹി ഖലീല അല്ലാഹി ഖലീല. കടന്നു വരുന്നത് ആരെന്നറിയുമോ? നമ്മുടെ ഖൽബിന്റെ രാജാവ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്ന് ഉമ്മു സലമയെ കല്യാണം കഴിക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുമ്പോൾ ഈ ദിക്റെന്ന് പറഞ്ഞോണേ, അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഖ്ലുഫ് ലീ ഖൈറൻ മിൻഹാ. ഇത് പറയുന്നവരായ നമ്മുടെ പണ്ഡിതന്മാർ, ഇത് പറയുന്നവരായിരുന്നു കാളമ്പാടി ഉസ്താദ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവരുടെ 2 മക്കൾ മരണപ്പെട്ടവരും ഇളകാത്ത ഇടനെഞ്ചോട് എന്ന് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവിടുന്ന്
ആഗ്രഹം പോലെ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുകയാ. ശിഷ്യഗണങ്ങളോട് പറയുകയാ, മക്കളെ എനിക്ക് ചൊവ്വാഴ്ച മരിക്കാൻ ഭാഗ്യമുണ്ടാകണം. ചൊവ്വാഴ്ച മരിക്കാൻ അവസ്ഥാരെ എല്ലാവരും തിങ്കളാഴ്ചയോ വെള്ളിയാഴ്ചയൊക്കെ മരിക്കാനല്ലേ ദ്വാരക്കുന്നത്. പിന്നെ നിങ്ങൾ എന്റെ ചൊവ്വാഴ്ച മരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞെന്റെ പൊന്നുമക്കളെ, ചൊവ്വാഴ്ചയാണ് പാണക്കാട് മുത്തുകൾ മുഴുവനും അവിടെ വീട്ടിലുണ്ടാകും. പാണക്കാട് തങ്ങന്മാര് മുഴുവനും ആ വീട്ടിലുണ്ടാകും. ഈ കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഞാനങ്ങ് മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പാണക്കാട് തങ്ങന്മാര് കടന്നു വരുമല്ലോ. ബഹുമാനപ്പെട്ട നമ്മുടെ സഹിബാക്കൽ ഉസ്താദ് സദസ്സിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ ഉസ്താദിനെ കയറ്റി സംസാരിക്കൽ അതപകേടാണ്. ഇൻഷാല്ലാഹ് ഞാൻ പറഞ്ഞു വെച്ചത് അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, കാളമ്പാടി ഉസ്താദിന്റെ ആഗ്രഹം പോലെ തന്നെ ചൊവ്വാഴ്ച മരിക്കണം എന്ന് ദ്വാരക്കാൻ പറഞ്ഞു. ആഗ്രഹം പോലെ തന്നെ ചൊവ്വാഴ്ച ലോകത്ത് നിന്ന് മരണപ്പെടുകയാ. പാണക്കാട് സാദാത്യങ്ങളും മുഴുവനും ആ മയ്യിത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുകയാ. ഇന്ന് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിക്കുന്നതോ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, മണ്ണഞ്ചേരത്തിന്റെ പല പരിപാടികൾ പങ്കെടുത്ത ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദ് എന്താ വീടിന് മുമ്പിൽ ഒരു ഖബറ് കാണുകയാ. എന്തിനാ ഉസ്താദേ ഈ ഖബറ്? ഞാൻ പോകുന്ന സമയത്തും എന്റെ മനസ്സിൽ ചിന്ത വരണം, ഇത് ഞാൻ വന്ന് കിടക്കാനുള്ള ഗേഹമാ. ഞാൻ വരുമ്പോഴും എന്റെ മനസ്സിൽ ചിന്ത വരണം, ഞാൻ പോയി കിടക്കേണ്ട ഗേഹമാണ് ഈ ഖബറ്. ഖബറും കുടിച്ച് കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ആനക്കര കോഴിക്കുട്ടി ഉസ്താദ്. നിങ്ങൾ കണ്ടില്ലേ, ചെറുശ്ശേരി ഉസ്താദ് ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഓപ്പറേഷന്റെ സമയത്ത് പോലും നാവിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റ് കൊണ്ട് ആ ജീവിതം മുന്നോട്ട് പോകുകയാ. അങ്ങനെയുള്ളവരാ പ്രിയപ്പെട്ടവരെ ഈ പ്രസ്ഥാനത്തിന്റെ അമലത്തിരിക്കുന്നത്. നമ്മൾ ഹബീബായ തങ്ങളെ നമുക്ക് കൈകൊടുത്ത് സഹായിക്കേണ്ടി വന്നിട്ടില്ല, കണ്ണുകൊടുത്ത് സഹായിക്കേണ്ടി വന്നിട്ടില്ല. എങ്ങനെയാണ് ഇന്ന് പരിശുദ്ധ ദീനിനെ സഹായിക്കുന്നത്? എങ്ങനെയാണ് ആ പ്രവാചകനെ ഇന്ന് സഹായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ സഹായിക്കുന്നത്? നമ്മുടെ മക്കളെ ഇതേപോലെയുള്ള പ്രസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞു വിടുകയാ. SKSSFന്റെ ഒരു മെമ്പർ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനം വരുമ്പോ അവിടെ വെച്ചുകൊണ്ട് ഇതേപോലെയുള്ള ഔലിയാക്കൾ പ്രാർത്ഥന നടത്തുകയാ. 40 ആളുകളുടെ ഒരു സദസ്സിൽ പങ്കെടുത്താൽ ഒരു വലിയുണ്ടാകുമെന്നല്ലേ പുണ്യപ്രവാചകൻ പഠിപ്പിച്ചത്. അപ്പൊ ലക്ഷക്കണക്കിന് 30 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന ആലപ്പുഴ കടപ്പുറത്ത് വെച്ചുകൊണ്ടൊരു ഉസ്താദ് ദ്വാരക്കുകയാ. അല്ലാഹുവേ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകരുണ്ട്, അവിടെ മാതാപിതാക്കളുണ്ട്, കുടുംബമുണ്ട്, സൈറ് ചെയ്യണേ അല്ലാ എന്ന് ഉസ്താദുമാർ ദ്വാരക്കുമ്പോൾ 15 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം ആളുകൾ ആമീൻ ആമീൻ എന്ന് പറയുമ്പോ ആ പ്രാർത്ഥന സ്വീകരിക്കുകയില്ലേ ഉമ്മാ? അതാ നമുക്ക് ഈ ഭൗതിക ലോകത്ത് കിട്ടാനുള്ള നേട്ടം. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോ നമ്മുടെ ഷാജഹാൻ ഫൈസ് പറഞ്ഞുകൊണ്ടിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് ഈ കഴിഞ്ഞ 2 മാസം മുമ്പല്ലോ പത്രത്തിൽ വന്നത്. കാഴ്ചയില്ലാത്ത കേരളത്തിന് പുറത്തും പല സ്ഥലങ്ങളിലും പോയിട്ട് അദ്ദേഹം ചികിത്സിക്കുകയാ. മലപ്പുറം ജില്ലയിലെ പാങ്ങ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള നാസർ മുസ്ലിയാര 7 കൊല്ലം അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. കണ്ണിന് കുഴപ്പമില്ല, പക്ഷേ ഞരമ്പിന്റെ വിഷയമാ. എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പോയി